എല്ലാവർക്കും ഇമ്മാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 50,000 റുപ്പീസ് മുടക്കാനായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ഫോട്ടോഗ്രാഫി ആണ് എന്ന് വിചാരിക്കുക. സോ ആ 50,000 റുപ്പീസ് മുടക്കി ഒരു സ്മാർട്ട് ഫോൺ എടുക്കണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാമറ മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം സ്മാർട്ട് ഫോണിൽ തന്നെ തുടങ്ങാം. സോ 50,000 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് കുറേ അധികം ഫോൺസ് അവൈലബിൾ ആണ്. സോ ഫോൺ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്. ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഫോൺ നമുക്ക് എപ്പോഴും പോക്കറ്റിലിട്ടോടെ നടക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മിക്ക ഫോണുകളിലുള്ള സോഫ്റ്റ്വെയർസും പവർഫുൾ ആണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോയെ റിഫൈൻ ചെയ്യാനായിട്ട് പറ്റും, വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് മോഡ്, HDR മോഡ് പോലത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ആൻഡ് എയുടെ സഹായമൊക്കെ ഉപയോഗിച്ച് ഫോട്ടോസ് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാക്കി മാറ്റാനായിട്ട് പറ്റും. ഈവൻ എൻട്രി ലെവൽ ക്യാമറേനെ വരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഫോണിൽ വഴി എടുക്കാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എടുത്ത ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ, ആൻഡ് ഇപ്പോൾ നിങ്ങൾ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യല്ല, ജസ്റ്റ് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുക, ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. ഫയൽ ട്രാൻസ്ഫറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം ഒറ്റ ഡിവൈസിൽ തന്നെ നടക്കും. ആൻഡ് കുറേ നല്ല ബ്രാൻഡുകളൊക്കെ 4K വീഡിയോ സപ്പോർട്ടും അവരുടെ ഫോണിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫോണിന് കുറേ കുറവുകളുമുണ്ട്. അതായത് ഫിസിക്കലി സെൻസറിൻ്റെ സൈസ് വളരെ കുഞ്ഞിതാണ്. സോ പ്രൊഫഷണൽ ക്യാമറാസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവ് ലൈറ്റ് മാത്രമേ ആ ഒരു ക്യാമറയുടെ ഉള്ളിലോട്ട് ചെല്ലത്തുള്ളൂ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സൂമിംഗ് ഒക്കെ മിക്ക ഫോണിലും കുറവാണ്. ചില ഫോണിലൊക്കെ മാത്രമേ ടെലിഫോട്ടോ ലെൻസൊക്കെ ഉള്ളൂ. എന്നാൽ പോലും ആ ഒരു ക്യാമറയുടെ അത്രമുള്ള ഒരു ഒപ്റ്റിക്കൽ സൂമിംഗ് ക്വാളിറ്റി നമുക്ക് അതിനകത്ത് കിട്ടുകയില്ല. ആൻഡ് കുറേ നേരം നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് കുറേ നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അത്ര കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. ആൻഡ് അൾട്ടിമേറ്റ്ലി എ ഫോൺ ഇസ് എ ഫോൺ. അതിലും ആപ്സ് ഉണ്ടാവും, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരാം. നെക്സ്റ്റ് നമ്മൾ ക്യാമറയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ ലാർജ് ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് കുറച്ചും കൂടെ ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ടാവും, നോയ്സ് കുറവായിരിക്കും, ആൻഡ് ഡൈനാമിക് റേഞ്ചും നല്ലതായിരിക്കും. ആൻഡ് ക്യാമറയ്ക്കകത്തുള്ള ലെൻസുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിന് പറ്റിയ വൈഡ് ആംഗിൾ ലെൻസസ് ഒക്കെ നമുക്ക് മാറ്റി ഇടാൻ പറ്റും. ആൻഡ് ക്യാമറയെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മാനുവലി കൺട്രോൾ ചെയ്യേണ്ടി വരും. ലൈക്ക് അപ്പർച്ചർ, ISO ഒക്കെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ ക്യാമറ വെച്ചാണ് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോണിനെ പോലെ അത്ര അൺകംഫർട്ടബിൾ ഫീൽ നമുക്ക് വരത്തില്ല. ബിക്കോസ് ക്യാമറ ഇസ് ഡിസൈൻ ഫോർ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി. ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലെൻസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ക്യാമറയിലുള്ളിലുണ്ട്. പക്ഷേ ക്യാമറയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ നോക്കണം. അതായത് 50,000 റുപ്പീസിന് നമുക്ക് കിട്ടുന്ന എൻട്രി ലെവൽ ക്യാമറയ്ക്കകത്ത് ഒരു ബേസിക് കിറ്റ് ലെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ നല്ലൊരു ലെൻസ് വാങ്ങണമെങ്കിൽ വീണ്ടും അതിനോട് അഡീഷണൽ പൈസ നിങ്ങൾ ചിലവാക്കണം. ആൻഡ് ക്യാമറയുടെ സൈസും വളരെ വളരെ വലുതാണ്. നമുക്കൊരു ഫോൺ പോലെ അത് എല്ലായിടത്തും കൊണ്ട് നടക്കാനായിട്ട് പറ്റുകയില്ല. ഒരു ഫോൺ പോക്കറ്റിലിടുന്ന പോലെ നമുക്ക് ക്യാമറ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഫോൺസിലുള്ളതുപോലെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ, ക്യാമറയല്ലേ. ഈ ആ ക്യാമറയ്ക്കകത്തുള്ള വീഡിയോഗ്രാഫി ഒക്കെ നല്ലതാണ്. പക്ഷേ ചില ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു 4K ക്വാളിറ്റിയിലുള്ള വീഡിയോയുമായിട്ട് ചിലപ്പോൾ ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിക്ക് എത്താൻ പറ്റേണ്ടിയാവും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പൈസ മുടക്കി വേറെ ലെൻസ് കൂടെ വാങ്ങിയെടുക്കണം. സോ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോണാണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ ക്യാമറയാണ് എടുക്കുന്നതെങ്കിൽ ബാക്കി ആക്സറൈസ് മേടിക്കുന്ന പൈസ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ക്യാമറ എടുക്കുന്നതെങ്കിൽ ആ 50,000 റുപ്പീസിൻ്റെ കൂടെ തന്നെ നല്ല ലെൻസ് വാങ്ങുമ്പോൾ അതിനുള്ള കാശാവും. ആൻഡ് അഡീഷണൽ ആയിട്ട് ട്രൈപോഡ്, SD കാർഡൊക്കെ വാങ്ങാനായിട്ടും നിങ്ങൾ വീണ്ടും കാശ് കൊടുക്കേണ്ടി വരും. സോ നിങ്ങൾ ഇത് രണ്ടും തമ്മിൽ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ എടുക്കേണ്ടത് നിങ്ങൾക്ക് കൺവീനിയൻസ് വളരെ മസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് എല്ലായിടത്തും ഫോൺ കൊണ്ടു നടക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ നിങ്ങൾ ഒരു കാഷ്വൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ മാത്രം, അതായത് നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മെമ്മറീസിന് വേണ്ടിയിട്ടാണ് എങ്കിൽ. ആൻഡ് ഒരു ഫോൺ ആണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പമാണ്. ഫോട്ടോഗ്രാഫി ഒരു ഹോബി മാത്രമാണ്, അല്ലാതെ ഒരു ഡെഡിക്കേറ്റഡ് പെർസ്യൂട്ട് അല്ല എങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ എടുക്കാം. ആൻഡ് നിങ്ങൾക്ക് AI നിങ്ങളുടെ ഫോട്ടോസൊക്കെ എൻഹാൻസ് ചെയ്യുന്ന വളരെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ എടുക്കാം. ഇപ്പോൾ ഇമേജ് ക്വാളിറ്റിയാണ് നിങ്ങളുടെ ആബ്സല്യൂട്ട് ടോപ്പ് പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാമറ വാങ്ങാം. ആൻഡ് നിങ്ങൾക്ക് ക്യാമറയ്ക്കകത്തുള്ള സെറ്റിംഗ്സ് ഒക്കെ ഇങ്ങനെ ട്വീക്ക് ചെയ്ത് കളിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ ക്യാമറ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്യാമറ മേടിക്കുന്നതെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് വൈൽഡ് ലൈഫിലൊക്കെ ഫോട്ടോ എടുക്കുന്നത് വളരെ ഇഷ്ടമാണ്, അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ മേടിക്കാം. അത് നിങ്ങൾ ക്യാമറ എടുത്തേ പറ്റൂ. ക്യാമറയോട് വളരെയധികം ക്രേസ് ഉണ്ടെങ്കിൽ, നിങ്ങളതിൽ കാശുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 90% ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അവരുടെ മെമ്മറീസിന് വേണ്ടിയിട്ടാണ്. മെമ്മറീസ് മാത്രമല്ല, സോഷ്യൽ മീഡിയ അതുപോലെ പ്രോജക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ 50,000 40,000 റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് കാശുണ്ട്, നിങ്ങൾക്ക് ക്യാമറ വളരെയധികം ക്രേസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ തീർച്ചയായിട്ടും എടുക്കാം. സോ അത്രേ ഉള്ളൂ. ഈ ഒരു ഇഷ്ടപ്പെടുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.